നമുക്കൊരു അടിപൊളി ഊണുണ്ടാലോ? സിമ്പിളാട്ടോ. കുറച്ച് ചോറെടുക്കുക, അതിലേക്ക് കുറേ മാങ്ങാ സംബന്ധി ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ട്ടോ. അതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? പപ്പടം. പപ്പടം ഇല്ലാത്തൊരു കളിയില്ല കേട്ടോ. 2 പപ്പടം നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കണം. ഇനിയാണ് നമ്മളുടെ മെയിൻ ഐറ്റം. ഉപ്പിലിട്ടത്. അതായത് കടുമാങ്ങയോ ഉലുവായ മാങ്ങയോ ഏത് വേണമെങ്കിലും നാരങ്ങ ഒഴികെ ബാക്കി എന്ത് ഉപ്പിലിട്ടത് വേണമെങ്കിലും നിങ്ങൾക്ക് പിക്കിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഞാൻ ഒരു ഭംഗിക്ക് കുറച്ച് മാങ്ങ കഷ്ണം കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയാണ്. അതും കൂടി ഞാനൊരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഉള്ള സംഭവം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നറിയോ? ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടി കുഴക്കണം കേട്ടോ. അതായത് മാങ്ങാപ്പൂള് വേണ്ട, ബാക്കി നമ്മൾ എന്തൊക്കെ എടുത്തോ, ചോറും സമ്മന്തി, ഉപ്പ്, വെളിച്ചെണ്ണ, പപ്പടം, പിന്നെന്താണ് ആ ഉപ്പിലിട്ടത്, അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കുഴക്കുക കേട്ടോ. എന്നിട്ട് വലിയൊരു ഉരുളയാക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളയായിട്ട് നമുക്കതൊന്ന് എടുത്ത് കഴിക്കാം. അതിൻ്റെ ഒപ്പം ഓരോ മാങ്ങാ കഷ്ണം കൂടിയും കഴിച്ചാണ്ടല്ലോ, എന്താ സ്വാദ് എന്നറിയോ? സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, വേറൊരു കൂട്ടാനും വേണ്ട. അപ്പം നമുക്ക് വേഗം ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് നമുക്ക് കഴിക്കാം. എണ്ണ തേച്ച് കുളിച്ച് വന്ന ഉടനെ ഇതൊക്കെ എടുത്തിങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സുഖം ഉണ്ടല്ലോ, ഓഫ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല സ്വാദാണ്. നിർത്താൻ തോന്നില്ല.